ഹായ് എവ്രി വൺ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോവയുടെ ബർത്ത്ഡേ ആണ്, തമിഴിൽ കണ്ട പോലെ. പതിവിനും വിപരീതമായിട്ട് ലിയോനെ കൊണ്ട് നടക്കാൻ പോയി. അവൻ്റെ റൊട്ടീൻസിലുള്ളതാണ് അതൊക്കെ, പക്ഷേ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വീക്കെൻഡിൽ മാത്രമേ അതൊക്കെ നടക്കാറുള്ളൂ. എൻ്റെ ഹസ്ബൻഡാണ് അവനെ ടേക്ക് കെയർ ചെയ്യുന്നത് കേട്ടോ. അതിനൊന്നും സമയമില്ലാത്ത സമയത്ത് നമ്മളിവിടെ അവന് ബാക്ക് യാർഡിൽ കളിക്കാൻ വിടും. നോവി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോവിനെ സെർച്ച് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ ഇത് രാവിലെ കുറച്ച് ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കി ഞാൻ. ഇവിടെ എല്ലാവർക്കും ഉണ്ണിയപ്പം ഇഷ്ടമാണ്, നോവിയുടെ ഫേവറേറ്റാണ്. സോ ബർത്ത്ഡേ ആയതുകൊണ്ട് അതുകൂടെ കുറച്ചുണ്ടാക്കി. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നതും മക്കൾ വലുതാകുന്നതും. കഴിഞ്ഞ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞ പോലെ തന്നെ തോന്നുന്നു കേട്ടോ. ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് അങ്ങനെ സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഒരു ഡേ ഔട്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പോയത് എവിടെയാണെന്ന് ഈ വീഡിയോയിലുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കള്ളപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഞങ്ങൾ കൂടുതലും കേരള ഫുഡ് തന്നെയാട്ടോ കൂടുതൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി നമുക്ക് പുറത്തൊക്കെ പോരുന്ന ഒരു ഡേ ഔട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു, ആദ്യം പറഞ്ഞതുപോലെ. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കിയായിരുന്നു. ഇത് ബ്രോക്കോളി ബേക്കൺ സാലഡാട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സാലഡാട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് സോർ ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടുണ്ടാക്കി. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളത് പുറത്ത് പോയപ്പോൾ കൊണ്ടുപോയി കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സമ്മർ സാലഡാണ്, നല്ല ഫില്ലിങ്ങും കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഞങ്ങൾ ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി. നോവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പോകുമെന്ന്. നമ്മൾ എവിടെ പോകാമെന്ന് ആൾ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഗ്രോസറി മേടിക്കാനൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി. പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇതാ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ പാർക്കിലെത്തി. ഇതാണ് കേട്ടോ പാർക്ക്. പിന്നെ ഇത് കണ്ടോ, ഈ വ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാണ്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കുറച്ച് നേരം നടന്നു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ ഇടയ്ക്ക്. ശരിക്കും കാനഡയിലെ സമ്മർ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഓൾമോസ്റ്റ് 2 മാസം, ഒരു മാക്സിമം 3 മാസമൊക്കെ ഉള്ളൂ. പക്ഷേ ഉള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് നല്ല വെതറൊക്കെ ആയിട്ട്. പക്ഷെ നിന്ന് ഇപ്പോൾ വെതറൊക്കെ മാറും. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ നല്ല മഴക്കാറും ഒക്കെ വരുന്നുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് ചാറുകയൊക്കെ ചെയ്തു. നോവയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് നോവ ഓപ്പൺ ചെയ്യണതാണ് അത് കാണുന്നത്. കുറച്ച് ഡ്രസ്സാട്ടോ. ഒരു സൈക്കിൾ നേരത്തെ തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു, അതെൻ്റെ ഹസ്ബൻഡ് മേടിച്ച് കൊടുത്തത്. നോവയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഒരു വാട്ടർ പാർക്ക് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം നമ്മൾ അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാട്ടോ ഈ പാർക്കിലേക്ക് വന്നത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് പിടിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയതായിരുന്നേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി. 6 മണിയായി. നമുക്ക് 7 മണിക്ക് ചർച്ചിൽ പോകണമായിരുന്നു. സോ വൈകുന്നേരം അപ്പോഴേക്കും വന്നിട്ട് റെഡിയായിട്ട് ചർച്ചിൽ പോയി. പിന്നെ രാത്രി ആയപ്പോൾ നോവയുടെ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.